താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. നീതി ഔദാര്യമല്ല അവകാശമാണെന്ന മുദ്രാവാക്യവുമായി സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയും ക്രൈസ്തവ സമൂഹത്തോടുള്ള അവഗണനയ്ക്കെതിരെയും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി നയിക്കുന്ന അവകാശ സംരക്ഷണ ജാഥയ്ക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കാലടിയിൽ സ്വീകരണം നൽകി. LF ആശുപത്രി ഡയറക്ടർ ഫാദർ ജേക്കബ് ജി പാലക്കാപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. ഈ യാത്ര നടത്തുമ്പോൾ നാം സർക്കാരിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് സമർപ്പണം ചെയ്ത ഒരു വലിയ സമൂഹത്തിൻ്റെ ശബ്ദമാണ് എന്നാണ്. ദൈനംദിനം നിങ്ങൾ കവർന്നെടുക്കുന്ന ഈ സമൂഹത്തിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ഈ സമൂഹം അവബോധമുള്ളവരാണ്. രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, രാജ്യത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട്, ഇവിടുത്തെ ആരോഗ്യ പരിപാലന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും തനതായ സംഭാവന നൽകിക്കൊണ്ട് രാജ്യ പുരോഗതി മാത്രം ലക്ഷ്യമാക്കി, പൗരന്മാരുടെ ക്ഷേമം ലക്ഷ്യമാക്കി, പൗരന്മാർക്ക് വേണ്ടിയിട്ട് കഠിനമായി അധ്വാനം ചെയ്ത് ദീർഘവീക്ഷണത്തോടുകൂടെ വിദ്യാലയങ്ങളും കലാലയങ്ങളും ആതുരാലയങ്ങളും ഒക്കെ നിർമ്മിച്ചും പ്രവർത്തിപ്പിച്ചും ഇവിടുത്തെ ജനങ്ങളുടെ വിദ്യാഭ്യാസ സാംസ്കാരികപരമായ മുന്നേറ്റത്തിനും ആരോഗ്യപരമായ മുന്നേറ്റത്തിനും ശക്തമായ അടിത്തറ പാകിയ ഒരു ജനസമൂഹത്തിൻ്റെ ശക്തമായ പ്രതികരണമാണ് ഈ ജാഥയിലൂടെ നടത്തുവാനായിട്ട് നമ്മൾ ഉന്നയിക്കുന്നത്. പ്രസിഡന്റ് SI തോമസ് അധ്യക്ഷത വഹിച്ചു. ഗ്ലോബൽ സമിതി ഡയറക്ടർ ഡോക്ടർ ഫിലിപ്പ് കവിൽ മുഖ്യപ്രഭാഷണം നടത്തി. പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ മറുപടി പ്രസംഗം നടത്തി. ജനറൽ സെക്രട്ടറി ബേബി ജോൺ പൊട്ടനാനി, കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ബെന്നി ആന്റണി, സെക്രട്ടറി ഫ്രാൻസിസ് മൂലൻ, സെബാസ്റ്റ്യൻ ചെന്നേക്കാടൻ, ഡെന്നി തോമസ്, ജെയ്മോൻ തൊട്ടുപുറം, വർഗീസ് കോയിക്കര, ജോസ് ആന്റണി, NO ജോർജ്, പോൾ കിടങ്ങൻ, സെജോ ജോൺ, മേരി റാഫേൽ, ആന്റണി പാലമറ്റം, കുര്യാക്കോസ് കാട്ടുതറ, ജോൺസൺ പടയാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ മുഖ്യ പങ്ക് വഹിച്ച ചാവറ ഏരിയാസ് കുര്യാക്കോസ് അച്ഛന്റെ ദീർഘവീക്ഷണം, അതായത് പള്ളിക്കൊരു പള്ളിക്കൂടം, ആ പള്ളിക്കൂടത്തിൽ ഒരേ ക്ലാസ് റൂമിൽ ഒരേ ബെഞ്ചിൽ നാനാജാതി മതസ്ഥരായ ആളുകളുടെ മക്കൾ, കീഴാളന്റെയും മേളന്റെയും മക്കൾ ഒരേ രീതിയിൽ പഠിപ്പിക്കുവാനുള്ള ആ ദീർഘവീക്ഷണമാണ് കേരളത്തിലെ സാംസ്കാരിക വിദ്യാഭ്യാസ പുരോഗതി കൈവരിച്ചിട്ടുള്ളത്. എന്നാൽ ചില ഗൂഢലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ചില വ്യക്തികൾ ഈ മതഗുണ സ്ഥാപനങ്ങളിൽ നുഴഞ്ഞു കയറി നിയമലംഘനങ്ങൾ നടത്തുമ്പോൾ ഒരു ന്യൂനപക്ഷം എന്ന നിലയിൽ ക്രൈസ്തവർക്ക് നോക്കി നിൽക്കുവാൻ സാധിക്കുകയില്ല. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് അസന്നിഗ്ധമായിട്ട് ഈ യാത്ര സർക്കാരിനോട് ആവശ്യപ്പെടുക. 2-3 വർഷമായിട്ട് ഫ്രീസറിൽ വെച്ച് നിങ്ങൾ എന്ത് പഠനമാണ് നടത്തുന്നത് പ്രിയപ്പെട്ട സർക്കാരെ, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ചോദിക്കുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിടണം, പ്രസിദ്ധീകരിക്കണം, സമുദായ സഭാ നേതാക്കന്മാർ ചർച്ച ചെയ്യണം. ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രൈവറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കണമെന്ന അവകാശ സംരക്ഷണ യാത്ര ഈ വേദിയിൽ പ്രഖ്യാപിക്കുക. ഹനിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ജാഥ നടന്നു വരിക.
ജാഥയ്ക്ക് എല്ലാവിധ ആശംസകളും. അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട സർക്കാർ ചർച്ചകളിലേക്ക് കടന്നു വന്ന വലിയ നയം നമ്മുടെ മുമ്പിലുണ്ടായി. ഇപ്പോഴും ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ ചുറ്റുപാടിൽ അലയടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ സമൂഹം നീതിക്ക് വേണ്ടി, ഈ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി ഈ കാലഘട്ടം മുഴുവൻ പണിയെടുത്ത സമൂഹത്തിനെ ഒറ്റപ്പെടുത്തുവാനുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്ന ഈ വലിയ സമര പോരാട്ടത്തിന് ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും